മകയിരം നാളുകാർ വരുന്നത് ഇടവക്കൂറിലും മിഥുനക്കൂറിലുമായിട്ടാണ്. രണ്ടു കൂട്ടരെ സംബന്ധിച്ചും പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്നതായ ഒരു തൽക്കാല ഗ്രഹസ്ഥിതിയാണ് കാണുന്നത്. മീനത്തിൽ ശനി, മിഥുനത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ കേതു, കുംഭത്തിൽ രാഹു, ഇങ്ങനെയൊക്കെയാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കൃത്യമായിട്ട് ഉടനെ നടന്നുകൊള്ളണമെന്നില്ല. അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകാം. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാവുന്ന സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങൾ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്ന പലതും അനുഭവപ്പെടാം. നിങ്ങളുടെ ജോലിയിൽ ഉദ്ദേശിക്കുന്നത്ര പുരോഗതി ഉണ്ടായില്ലെന്ന് വരാം. നിങ്ങളുടെ കർമ്മരംഗവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യമായ ഗുണങ്ങളില്ലാത്ത അവസ്ഥ അനുഭവപ്പെടാം. കർമ്മരംഗത്ത് ഒട്ടും തൃപ്തികരമല്ലാത്ത പല സാഹചര്യങ്ങളും ഉണ്ടാകാം. യാത്രാക്ലേശം, അലച്ചിൽ, മനപ്രയാസങ്ങൾ ഇതൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത ഉണ്ട്. കുടുംബത്തിലും നിങ്ങൾക്ക് അത്ര ഗുണകരമല്ലാത്ത ഒരു പശ്ചാത്തലം അനുഭവപ്പെടാം. സംഭാഷണങ്ങളിൽ വേണ്ടത്ര കരുതലും മിതത്വവുമൊക്കെ ശീലിക്കണം. ബന്ധങ്ങൾ ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് നന്നായി പരിശ്രമിക്കേണ്ട സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിന് വളരെ അസ്വസ്ഥത അനുഭവപ്പെടുന്ന രീതിയിൽ പല പശ്ചാത്തലങ്ങളും ഉണ്ടാകാം. നിങ്ങളുടെ പല കാര്യങ്ങളിലും ചിന്താക്കുഴപ്പങ്ങൾ അനുഭവപ്പെടുകയും അപ്രതീക്ഷിതമായ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവുകയും ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ ജനന സമയത്തെ ഗ്രഹസ്ഥിതി ശരിയായി പരിശോധിപ്പിക്കുക. അതോടൊപ്പം വിഷ്ണു ക്ഷേത്ര ദർശനം, വഴിപാടുകൾ, ശിവക്ഷേത്ര ദർശനം, വിഷ്ണു സഹസ്രനാമം, ശിവപഞ്ചാക്ഷരി നാമം, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പല വിഷമങ്ങളെയും തരണം ചെയ്യാനായിട്ട് ഇപ്പോൾ സ്വീകരിക്കാവുന്നതാണ്. വളരെയധികം ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ ഒരു വലിയ ഭഗവതി സേവ അഥവാ ജയദുർഗ പൂജ ചെയ്യുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. സ്വന്തമായി കാവുകളും മറ്റും ഉള്ളവരാണെങ്കിൽ അവിടുത്തെ ദൈവാധീന സ്ഥിതി താമ്പൂല രാശിയിലൂടെ വ്യക്തമായി പരിശോധിപ്പിച്ച് ഉചിതമായ പരിഹാരം ചെയ്യേണ്ടതും ആവശ്യമാണ്.